തൃശൂൽ അവരെ കിട്ടിയോ? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലായിടത്തും അന്വേഷിച്ചു. വീണയെ മാത്രമല്ല, ശിവാനിയും കണ്ടില്ല. അയ്യോ ദൈവമേ, എന്താണിതൊക്കെ? ശിവാനിയാണോ വീണയെ തട്ടിക്കൊണ്ടുപോയത്? അങ്ങനെയാണെങ്കിൽ ആ പയ്യൻ വന്ന് പറഞ്ഞത് സത്യമാണോ? മുത്തശ്ശി, അങ്ങോട്ട് നോക്കി, വീണതേ വന്നിരിക്കുന്നു. വീണേ. ഡാഡ്. വീണേ, നീ എവിടെ പോയിരുന്നു നമ്മളെ? ഡാഡ്, ഞാനിതൊരു കാട്ടിലായിരുന്നു. അതെവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ? ഇല്ല മുത്തശ്ശി, എനിക്കൊന്നും പറ്റിയില്ല. വീണ, നിന്റെ കൂടെ ഉണ്ടായിരുന്നു ആരാ? ശിവാനിയായിരുന്നോ? ഏടത്തി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ശിവാനി തന്നെയായിരിക്കും നിന്നെ കിഡ്നാപ്പ് ചെയ്തത്. അവളീ വീട്ടിലുള്ളവരോട് ദ്രോഹം ചെയ്തു എന്നുള്ളത് സത്യമാ? എന്താ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏടത്തി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ജീവനോടെ തിരിച്ചു വരില്ലായിരുന്നു. എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ഏടത്തിയാ. ശിവാനിയോ? അതെ, ഏടത്തി തന്നെയാ ഡാഡ്. പിന്നെ നിന്നെ കിഡ്നാപ്പ് ചെയ്തത് ആരായിരുന്നു? ഏടത്തിയെ പോലെ മറ്റൊരാളുണ്ടായിരുന്നു. അവരെ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെ. എന്നിട്ട് ഏടത്തി അവരോട് ഫൈറ്റ് ചെയ്ത് അവരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാ. കണ്ടില്ലേ കണ്ടില്ലേ, ശിവാനി ഈ വീട്ടിലുള്ളവർക്കെല്ലാം നല്ലത് മാത്രമാ ചെയ്യുന്നത്. നിങ്ങളൊക്കെയാ അവളെ വേണ്ടാതെ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് കരുതരുത്. ഭാഗ്യം അവളിപ്പോ ഈ വീട്ടിലില്ല. അവളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ എന്തായേനെ? ഏടത്തി, ശിവാനി, വീണയെ രക്ഷിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞു. നീ കാരണം ഇവളുടെ ജീവനാ മോളെ തിരിച്ചു കിട്ടിയത്. ശിവാനി, നീ ആ റൗഡികളുമായിട്ട് ഫൈറ്റ് ചെയ്തു എന്നറിഞ്ഞു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ. എന്റെ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കുന്നത് വരെ എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല. എന്താ മോളെ നീ വല്ലാതിരിക്കുന്നെ? വീണ, ചെല്ലുമോളെ, ശിവാനിയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു നേരം വിശ്രമിക്കും. വീണേ, നീ ആദ്യം നിന്റെ ടെൻഷൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നടന്ന കാര്യം പറ. അവനെപ്പോഴും ടെൻഷൻ അടിച്ച് നടക്കായിരിക്കും. ശരി ഏട്ടാ. അങ്കിൾ, ഒരു മിനിറ്റ്. എനിക്ക് അങ്കിളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ അടുത്തോ? പറയൂ ശിവാനി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്കിൾ. മുകളിലേക്ക് വാ. എന്തോ അങ്കിൾ, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മോളെ. പറഞ്ഞോ, എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയല്ലോ അല്ലേ? കറക്റ്റായിട്ടെന്ന് പറഞ്ഞ നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതുവരെ ചോദിച്ചതിനും ഇനി ചോദിക്കാൻ പോകുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്കിൾ. എന്നുവെച്ചാ? അങ്കിളിന് നാഗമാണിക്യത്തെക്കുറിച്ച് എങ്ങനെ അറിയാം? നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളതാണെങ്കിൽ അത് ഒരിക്കലും വഴി തങ്ങില്ല. നീ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഒന്നാമത് നിനക്കെന്താ സംഭവിച്ചെന്നുള്ള പേടിയില്ല ഞാൻ. വീണ്ടും നീ പേടിപ്പിക്കുകയാണോ? അതേലോ ശിക്കാരി ശംഭു. നിന്നോട് എത്ര തവണ പറഞ്ഞു എന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലെന്ന്? ശരി ശരി, ഞാൻ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. എനിക്കൊന്ന് കാണണമായിരുന്നു. നീ ഇപ്പൊ എവിടെയാ? ഇപ്പോഴോ? ഇപ്പോഴൊന്നും പറ്റത്തില്ല. അതെന്താ? എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയ ആൾക്കാര് വീണ്ടും അങ്ങോട്ടേക്ക് വരുമെന്നോർത്ത് പേടിച്ചിട്ടാണോ? അതങ്ങനെയല്ല, എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. അത് കഴിയാതെ വന്നാ ശരിയാവില്ല. ഞാൻ ഫ്രീ ആയിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. അതെയോ? ശരി. ഹലോ ഹലോ.
ആ പറയ്. അവിടെ വെച്ച് നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സമയത്തല്ലേ അവരെന്നെ കൊണ്ടുപോയത്? അത് ശരി, നിങ്ങൾക്കെന്തോ പറയാനുണ്ടായിരുന്നില്ലേ? എന്താ അത്? അത് വേറൊരു ദിവസം പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, ഞാനത് നേരിട്ട് തന്നെ പറയാം. ഇപ്പൊ എന്തായാലും വേണ്ട, അടുത്ത തവണ കാണുമ്പോ പറയാം. ശരി, ബൈ. ബൈ. നാഗമാണിക്കോ എന്ന് വെച്ചാൽ എന്താ? ഒന്നും അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചത്, അതോ അറിയാത്തതുപോലെ നാടകം കളിക്കാണോ? നാടകോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാ നാടകം കളിക്കുന്നത്? എനിക്ക് ശരിക്കും നാഗമാണിക്കം എന്താണെന്ന് പോലും അറിയില്ല. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട അങ്കിൾ. അങ്കിളിന് നാഗമാണിക്യത്തെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയാം. എനിക്ക് നാഗമാണിക്യത്തെ കുറിച്ച് അറിയാമെന്ന് നിന്നോടാരാ പറഞ്ഞത്? നിങ്ങളുടെ സ്നേഹിതൻ സാമ്രാട്ട്. സാമ്രാട്ടോ? അവനെ എവിടുന്ന് കണ്ടു? വീണയെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സാമ്രാട്ടിനെ ഞാൻ കണ്ടല്ലേ പറ്റൂ. അതായത് വീണയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അങ്കിളുടെ സുഹൃത്താണെന്ന് അങ്കിളിന് അറിയാലോ. അവൻ തന്നെയാണ്, പക്ഷെ അതവൻ തമാശയ്ക്ക് ചെയ്തതാണെന്നാ ഞാൻ കരുതിയത്. സത്യം എനിക്കിപ്പോഴാ മനസ്സിലായത്. എല്ലാം സത്യമാണ്. ഈ സത്യത്തിന്റെ പിറകിൽ ശക്തമായൊരു കാരണമുണ്ട്. ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് വേറൊന്നുമല്ല, നാഗമാണിക്യം. പറഞ്ഞോളൂ അങ്കിൾ, നിങ്ങളും നാഗമാണിക്യവും തമ്മിൽ എന്താ ബന്ധം? യവനോ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ എന്തിനാ വെറുതെ എന്നെ സംശയിച്ച് ചോദ്യം ചെയ്യുന്നേ? അയാൾ മറ്റേതെങ്കിലും സമയത്താണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ മരിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ വാക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? സാമ്രാട്ട് മരിച്ചെന്നോ? അതെ, എന്തോ നാഗമാണിക്കെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യം ഞാൻ ചോദിച്ചതുമാണ്. എന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു അദ്ദേഹം. ആ ഓട്ടത്തിൽ കാല് തെറ്റി അദ്ദേഹം കൊക്കയിലേക്ക് വീണു. സാമ്രാട്ട് എന്തൊരു പണിയാ കാണിച്ചേ? എന്തു പറ്റി അങ്കിൾ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല മോളെ. സുഹൃത്ത് മരിച്ചു എന്നറിഞ്ഞപ്പോ ചെറിയൊരു സങ്കടം. അദ്ദേഹം മരിച്ചു പോയതിലാണോ അതോ മരിക്കുന്നതിന് മുൻപേ നാഗമാണിക്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ എന്നോർത്താണോ? പറയൂ അങ്കിൾ, എന്റെ കണ്ണിലേക്ക് നോക്കി പറയൂ. നാഗമാണിക്യവുമായിട്ട് എന്താണ് നിങ്ങൾക്ക് ബന്ധം? നാഗമാണിക്യവും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഈ സാമ്രാട്ട് ഇടയ്ക്ക് ഈ നാഗമാണിക്യം, നാഗവനം അതെനിക്ക് സ്വന്തമാക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുമായിട്ട് എന്തിനാ അദ്ദേഹം സംസാരിച്ചത്? അത് അവന് പണത്തോട് ആർത്തിയായിരുന്നു. നാഗമാണിക്യം കിട്ടിയ ഒരുപാട് പണം കിട്ടുമെന്ന് അവൻ പറയുമായിരുന്നു. ഞാൻ അന്നേ അവനോട് അല്ലെങ്കിൽ എന്റെ വീട്ടില് സർപ്പശല്യമുണ്ട്, ഇനി സർപ്പദോഷം കൂടി കൊണ്ടു തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേട്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ വീണയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് പണത്തിന് വേണ്ടി. നാഗമാണിക്യം എടുക്കാൻ കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. ഒരു 100 ഫോണെങ്കിലും ചെയ്തിട്ടുണ്ടാവും. രാവിലെ മുതൽ സ്വൈര്യം തന്നിട്ടില്ല. ഭാഗ്യം നീ അവളെ രക്ഷിച്ചുകൊണ്ട് വന്നല്ലോ. അല്ല, അവൻ പറഞ്ഞ ഉടനെ തന്നെ നിനക്ക് എന്റെ മേലെ സംശയം വന്നല്ലേ? അയാള് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അങ്കിൾ എന്നോട് കുറച്ചു ദിവസം പുറത്തേക്കെങ്ങും പോവണ്ട, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് എന്തിനാ എന്നോട് പറഞ്ഞത്? ഇതുവരെ അങ്ങനൊന്നും പറയാത്ത ആളല്ലേ നിങ്ങള്? അതുമല്ല, തൃശ്ശൂർ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോ, ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോ അങ്കിൾ അവിടെ എത്താറില്ലേ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അങ്കിൾ? പ്രശ്നങ്ങൾ നേരത്തെ അറിയുന്നതാണോ അതോ പ്രശ്നം തുടങ്ങി വെക്കുന്നതേ അങ്കിളാണോ? ഞാൻ എന്തിനു പ്രശ്നം ഉണ്ടാക്കണം മോളെ? തൃശ്ശൂർ എന്റെ മകനാണ്, നീ എന്റെ മരുമകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് ഞാൻ നിങ്ങളെ തിരഞ്ഞു വരാറുമുണ്ട്, വഴിക്ക് വെച്ച് നിങ്ങളെ കാണാറുമുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. ഇനിയും നിന്റെ സംശയം അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലേ? അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് ഒരു നിമിഷം കൊണ്ട് തീരുമാനിക്കാനാവില്ലല്ലോ. കുറച്ച് സമയം എടുത്തേ പറ്റൂ. എടുത്തു ഇഷ്ടം പോലെ സമയം എടുത്തു. അവസാനം ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാവും. ക്ഷമിക്കണം അങ്കിൾ, ഞാൻ കാരണം അങ്കിൾ ടെൻഷനായി എന്നറിയാം. പക്ഷേ ഇതിനെല്ലാം ഉള്ള ഉത്തരം എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതെന്തായാലും നന്നായി. ഒരു തവണ സംശയത്തിന്റെ തീ മനസ്സിൽ വീണാൽ അതങ്ങനെ മനസ്സിൽ കിടന്ന് കാട്ടുതീയായിട്ട് മാറും. അതുകൊണ്ട് ആദ്യമേ അണയ്ക്കുന്നതാ നല്ലത്. ഗുഡ്.
ആ കാര്യം നീ ചെയ്തു. ഒരു മിനിറ്റ്. നാഗമാണിക്യത്തെക്കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? അത് അങ്കിൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഓഹോ, നാഗമാണിക്യത്തെക്കുറിച്ച് പുസ്തകത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഏത് പുസ്തകം? അത് ഞാൻ ചെറിയ പ്രായത്തിലെന്തോ വായിച്ചതാ. അതൊക്കെ വെറും കഥകളാണെന്നാ വിചാരിച്ചിരുന്നേ. എന്നാ സാമ്രാട്ടങ്കിൾ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അത് ശരിക്കും ഉള്ളതാണോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. അല്ല, ചിലര് നാഗമാണിക്യം ഉണ്ടെന്ന് പറയുന്നു, ചിലരത് മിത്താണെന്ന് പറയുന്നു. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം നമുക്കില്ല. നാഗമാണിക്യത്തിന്റെ കാര്യം നീ ഇവിടെ വെച്ചങ്ങ് മറന്നേക്ക്. ശരി അങ്കിൾ. ഒരു നിമിഷം അശ്രദ്ധ പറ്റിയിരുന്നെങ്കിൽ വീട്ടുകാരെല്ലാം നാഗമാണിക്യത്തിന്റെ കാര്യം അറിഞ്ഞേനെ. ഇനി ഞാൻ കുറെ കൂടുതൽ ശ്രദ്ധിക്കണം. ശിവാനി, സോറി, എന്നോട് ക്ഷമിക്ക് ശിവാനി. എന്തിനാ തൃശൂൽ? നിന്നെ ശരിക്കും മനസ്സിലാക്കാത്ത എല്ലാവരുടെയും മുന്നിൽ നിന്നെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചില്ല ഞാൻ. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ വീണയെ രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ നീ? അവളുടെ ജീവൻ രക്ഷിച്ചു. ശിവാനി, നിന്നോട് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല. തൃശൂൽ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെയും കൂടെ വീടല്ലേ, ഇവിടെ ഉള്ളവരൊക്കെ എന്റേതുമാണ്. അവരെല്ലാം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്ന് കരുതി നീ നിന്റെ ജീവൻ കൊടുത്ത് രക്ഷിക്കുന്നാണോ? ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല ശിവാനി. അല്ല, നിനക്ക് നിന്റെ ജീവനേക്കാളും വീട്ടുകാരാണോ പ്രധാനം? തൃശൂൽ, എനിക്ക് നീ എന്റെ ജീവനേക്കാളും വലുതാണ്. നിനക്ക് ആരൊക്കെ പ്രിയപ്പെട്ടതാണോ ശിവാനി, നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിക്കൊണ്ടിരിക്കുക. നിന്നെ പോലൊരു പെൺകുട്ടി ഈ വീട്ടിൽ എന്നുണ്ടെങ്കിലേ പിന്നെ ഈ വീട്ടിൽ ആമ്പിളേരുടെ ആവശ്യമില്ല. എത്ര ധൈര്യം, എത്ര സ്നേഹം, വീട്ടുകാരെ പറ്റിയുള്ള ചിന്ത. ഇനിയും പറയാനാണെങ്കിൽ നിന്റെ ഗുണങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ടും തീരില്ല. സൂപ്പർ ശിവാനി. ശിവാനി, താങ്ക് യു സോ മച്ച്. തൃശൂൽ, മതി, പുകഴ്ത്തിയത് മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തിയാലേ എനിക്ക് കണ്ണുപെടും. കണ്ണോ? അപ്പൊ പിന്നെ നിന്നെ ഒഴിഞ്ഞിടേണ്ടി വരുമല്ലോ. എന്താ ശിവാനി? ഞാൻ കണ്ടില്ല, സോറി. ഓക്കെ, വാ. ശിവാനി, നീ എന്താ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നേ? തൃശൂൽ, മുന്നിൽ വന്ന് വീഴുന്നത് ഞാനല്ല, നീയാ. ഞാനോ? ഓ, സോറി ശിവാനി, മനസ്സിലായില്ല. ഇനി മനസ്സിലായിക്കോളും. എന്നെ മുന്നിൽ പോകാൻ അനുവദിക്കൂ. ശരി, ഓക്കെ, പോയിക്കോളൂ. സോറി, എന്നാ ഇതിൽ കൂടെ പോയിക്കോളൂ. എന്താ ശിവാനി? ശിവാനി, നീ എന്തേ കാണിക്കുന്നേ? എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയാം തൃശൂൽ. എന്നോട് സ്നേഹം ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ അഭിനയിക്കല്ലേ നീ? സ്നേഹോ? സ്നേഹമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയല്ലേ, അല്ലാതെ സ്നേഹമൊന്നുമില്ല. എന്നെ വിട് ശിവാനി. എന്തേ? നീ വിജയിക്കുമ്പോ താങ്ക്സ് പറയാനായിട്ട് നിനക്ക് എന്നെ കെട്ടിപ്പിടിക്കാം അല്ലേ? തിരിച്ചെനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കണമെന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ശിവാനി. അത് തന്നെ ആയിപ്പോയതാ. ഓ, എന്നാ ഇതും അങ്ങനെയാന്ന് വിചാരിച്ചോ? പറ്റില്ല, അതൊന്നും വേണ്ട. നോവേ. അതെന്താ പറ്റാത്ത? ശിവാനി, പ്ലീസ് വിടന്നെ. 2 ദിവസം നീ എന്നോടൊന്നും മിണ്ടാറേ ഇല്ലായിരുന്നു. ഇപ്പൊ ദേ ഇങ്ങനെ പെരുമാറാ. അല്ല, നീ ഇങ്ങനൊന്നും പെരുമാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചിരിച്ചു കളിച്ച് നടന്നാ അത് മതി എനിക്ക്. എന്റെ മുഖത്ത് ചിരി വരണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ പ്രണയം തോന്നണം. അതിനുവേണ്ടി നീ ശ്രമിച്ചേ പറ്റൂ തൃശൂർ.
ശ്രമിച്ചിട്ടും വരുന്നില്ല ശിവാനി. മനസ്സുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം കിട്ടിയിരിക്കും തൃശൂൽ. ശിവാനി പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നെ വിട്. ആരെങ്കിലും കേറി വരുമ്പോ കണ്ട അവരൊക്കെ എന്താ വിചാരിക്കപ്പെടും? എന്ത് വിചാരിക്കാനാ? ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ സംസാരിച്ചോടെ നിൽക്കുന്നല്ലേ വിചാരിക്കൂ. അങ്ങനെ ഒന്നല്ല വിചാരിക്കുക. ഇതെന്താ ഈ വക കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതല്ലേ വിചാരിക്കുള്ളൂ. എന്നെ വിട് ശിവാനി. ഞാൻ വിടില്ല. ശിവാനി വിടന്നെ ശിവാനി. ഇക്കളിയാക്കല്ലേ ശിവാനി. പ്ലീസ് പ്ലീസ് വിട് ശിവാനി. പ്ലീസ് പ്ലീസ് വിട് ശിവാനി, ഒന്ന് വിട് ശിവാനി. നിനക്കത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. പെമ്പിള്ളേർക്ക് എന്തോ ആവാന്ന് കരുതരുത്. ഇതാണ് ലാസ്റ്റ്. ഇനി ഒരു തവണ ഇത് റിപ്പീറ്റ് ചെയ്താലുണ്ടല്ലോ ബ്രഹ്മചാരികളുടെ ഒരു സംഘം തന്നെ ഉണ്ടാക്കി പോരാടും ഞാൻ. ഓ ആണോ? അങ്ങനെ ചെയ്യോ? എന്തിനാ അടുത്തേക്ക് വരുന്നേ? ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ്. എന്താ ചെയ്യാ? ഒന്നുമില്ല ഒന്നുമില്ല.